മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടു കൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനോഹരമായൊരു പ്രഭാതം നൽകി ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനം കേട്ടുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് പ്രത്യേകം നൽകിയിരിക്കുകയാണ്. നമുക്ക് ചൗരപിതാവിൻ്റെ ഒരു വചനത്തോടു കൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. ചൗരപിതാവ് ദിവികാരനും എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതിന് മുൻപിൽ മുട്ടുമ്മൽ നിന്നുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് തന്നോട് തന്നെ ചോദിക്കുന്ന ഒരു വചനമുണ്ട്. ഇത്രടം ഞാൻ എങ്ങനെ വന്നു? വീട്ടിൽ നിന്ന് ആര് വിളിച്ചു? എങ്ങനെ കൊവേന്തയിൽ കൂടി? ആരെനിക്ക് പട്ടം നൽകി? പ്രിയോരെന്ന് ആര് വിളിച്ചു? ഇതിന് വല്ലതിനും ഞാൻ യോഗ്യനോ? എന്നിട്ട് സ്വയം പറയുകയാണ്, ഇല്ല ഇല്ല, നിശ്ചയം. അപ്പോഴോ ദൈവഹിതം നടക്കും, നടത്തും. വിശുദ്ധനായ ആ ചൗരപിതാവ് തൻ്റെ മരണത്തിൻ്റെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആ ധ്യാന സമയത്ത് ദിവികാരണത്തിൻ്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് തൻ്റെ കുറവ് മനസ്സിലാക്കി തന്നോട് ദൈവം ചെയ്യുന്ന കൃപകൾ തിരിച്ചറിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഇത്രടം ഞാൻ എങ്ങനെ വന്നു? വീട്ടിൽ നിന്ന് ആരെന്നെ വിളിച്ചു? കൊവേന്തയിൽ എങ്ങനെ കൂടി? പട്ടത്തിന് എങ്ങനെ കയറി? പ്രിയോരെന്ന് ആര് വിളിച്ചു? ഇതിന് വല്ലതിനും എനിക്ക് യോഗ്യതയുണ്ടോ? എന്നിട്ട് സ്വയം പറയുകയാണ്, ഇല്ല ഇല്ല, നിശ്ചയം. അപ്പോഴോ ദൈവഹിതം അത് നടക്കും, അത് നടത്തും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ളവരാവാം. നമുക്ക് എന്ത് യോഗ്യതയുള്ള ഇത്ര മനോഹരമായൊരു പ്രഭാതം ആസ്വദിക്കുവാനായിട്ട്. നമുക്ക് വേണ്ടി സൂര്യൻ ഉദിക്കണം, നമുക്ക് വേണ്ടി പ്രകാശം ദൈവം തരുന്നു, നല്ലൊരു പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കണു, നല്ല ഫ്രഷ് എയർ. ഇതുമാത്രം കൃപകളാണ് നമുക്ക് ലഭിക്കുക. ശുദ്ധവായു തരുന്നു, കുടിവെള്ളം തരുന്നു. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ, നമ്മൾ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ എന്നും വാങ്ങിക്കൊണ്ടിരിക്കുക. എന്ത് യോഗ്യതയാണുള്ളത്! ചൗരപിതാവിനെ പോലെ നന്ദിയുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. എല്ലാത്തിനോടും നമുക്ക് നന്ദിയുള്ളവരാവാം. അറിയിക്കാത്ത എത്രയോ കൃപകളാണ് നമുക്ക് ലഭിക്കുക. നമ്മൾ പലപ്പോഴും അന്ധരായി പോവുകയാണ്, നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, നമുക്ക് പരാതിയുള്ളൂ. നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദിയോടുകൂടെ ഈ പ്രഭാത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവം നമുക്ക് സൗജന്യമായി നൽകുന്ന എണ്ണമറ്റ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാവാം. ഈ ഒരു ദിവസം നന്ദിയുടെ ദിവസമാകട്ടെ. നമുക്ക് സന്തോഷത്തോടു കൂടെ ഈ പ്രഭാതം ആരംഭിക്കാം. പരിശുദ്ധ അമ്മ നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെ നല്ലൊരു മാതൃക. പരിശുദ്ധ അമ്മ, ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ വചനം. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദാസിയുടെ താഴ്മയെ ദൈവം കടാക്ഷിച്ചിരിക്കുന്നു. ഇത്ര നന്ദിയോടുകൂടെയാണ് അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഈ പ്രഭാതത്തിൽ നന്ദിയുള്ളൊരു ഹൃദയം നൽകി പരിശുദ്ധ അമ്മ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആരംഭിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമുക്ക് പ്രത്യേക നിയോഗമായിട്ട് നന്ദിയുള്ളൊരു ഹൃദയം നമുക്കെല്ലാവർക്കും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വചനം ശ്രവിക്കുവാനായിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയട്ടെ.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ജ്വലിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. നാം വായിച്ച് കേൾക്കുന്ന ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനും ഫലം പുറപ്പെടുവിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ശ്രദ്ധാപൂർവ്വം വചനം ശ്രവിക്കാം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായ്ക്കും ഗലീലായ്ക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവേൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ കൊള്ളേണ്ട വചനമാണ്. 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചത്? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ? സത്യത്തിൽ ഈ പ്രഭാതത്തിൽ ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. എത്രയോ കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുക. ചുമ്മാ ഒന്ന് ചിന്തിക്കുക, എന്ത് യോഗ്യതയാണ് നമുക്കുള്ളത്? നമ്മുടെ ഈ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഈ കണ്ണ്, ഈ പ്രഭാതത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ കാണുവാനായിട്ട് തമ്പുരാൻ തന്നിരിക്കുന്ന ഈ കണ്ണുകൾ, നമ്മൾ എന്തെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ ഇതിനൊക്കെ? നമ്മൾ പലപ്പോഴും നന്ദിയില്ലാത്ത മനുഷ്യർ, നമ്മൾ പരാതിയുടെ മനുഷ്യരായി മാറുകയാണ്. നമുക്കൊട്ടും തന്നെ നന്ദി പറയാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന അർഹതയില്ലാത്ത ഒത്തിരിയേറെ കൃപകൾ, നമ്മൾ നന്ദിയില്ലാത്തൊരു മനുഷ്യരായിട്ട് അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. ഇവിടെയാണ് ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ദൈവത്തോട് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നമുക്ക് നന്ദി പറയണം തീർച്ചയായും. പക്ഷെ അതുപോലെ തന്നെ നന്ദി പറയാം, നമുക്ക് എന്തുമാത്രം കടപ്പാടമുള്ളേ. നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, അവരനുഭവിച്ച പീഡകൾ, ഒരമ്മ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ആ വഹിക്കുന്ന 9 മാസങ്ങളിൽ അമ്മ കടന്നു പോകുന്ന വേദന നമുക്കറിയില്ലേ? എത്രയോ ഞെരുക്കങ്ങളിലൂടെ അമ്മ കടന്നു പോകുന്നു, എന്തെല്ലാം വേണ്ടെന്ന് വെക്കുന്നു. അപ്പം എത്രയോ മനുഷ്യരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ തിരിച്ചറിയണില്ല. ഒരു പറ്റ് ചോറ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പറ്റ് ചോറെടുത്തേ നമ്മൾ പലപ്പോഴും വീമ്പടിക്കും, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. ആ കാശ് കൊടുത്ത ഒരു അരി ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? ആ അരിയുടെ പിന്നിൽ അധ്വാനിച്ച മനുഷ്യർ, ആ മണ്ണ് ഉഴുതുമറിച്ച കർഷകർ, അതിൽ വിത്ത് വിതറിയവർ, അത് മുളച്ചു വന്നപ്പോൾ അതിനെ ശുശ്രൂഷിച്ചവർ, അതിന് യഥാസമയം വളം കൊടുത്തവർ, അവസാനം അത് പാകമായപ്പോൾ കൊയ്ത് മെതിച്ചവർ, എത്രയോ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകണേ. നമ്മൾ കൊടുക്കുന്ന ഈ 10, 20, 30 രൂപയ്ക്ക് ഇതിന് നന്ദി പറയാൻ പറ്റുമോ? നമുക്ക് തോന്നും കാശ് കൊണ്ടെല്ലാം നേടിയെടുക്കാൻ പറ്റും. ശരിയാ, കാശ് കൊണ്ട് ഒരു അരി നമുക്ക് മേടിക്കാൻ പറ്റും, ശരിയാ. പക്ഷേ ഒരു അരി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതിന് പിന്നിൽ എത്രയോ മനുഷ്യരുടെ അധ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വറ്റ് ചോറ് നമ്മുടെ വായിലേക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണ് നിറയണം. സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന വലിയൊരു സത്യം ഇതാണ്. എപ്പോഴെല്ലാം കർത്താവ് തൻ്റെ കയ്യിൽ അപ്പം എടുത്തോ അപ്പോഴെല്ലാം പറയുന്നൊരു വചനമുണ്ട്, കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്.
എപ്പോഴൊക്കെ യേശു അപ്പം എടുത്തു അപ്പോഴൊക്കെ അവൻ്റെ ഹൃദയം നിറയുക, നന്ദി പറയുക. എന്ത് യോഗ്യതയുള്ളേ! ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച് എന്തുമാത്രം മനുഷ്യരുള്ളേ! എനിക്കറിയില്ലാത്ത മനുഷ്യർ, ഞാൻ കണ്ടിട്ടില്ലാത്ത മനുഷ്യർ, അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഞാൻ അനുഭവിക്കുക. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളൊരു മനസ്സ് അത് നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് അവർ പ്രായമായിട്ടിങ്ങനെ ഇരിക്കുക, നമ്മൾ നോക്കുമ്പോൾ അവരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. നമ്മുടെ ഒത്തിരിയേറെ സമയം അവർക്ക് വേണ്ടി പോകുന്നുണ്ടാവാം, നമ്മുടെ പണം ഒത്തിരി അവർക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ചിലവാകുന്നുണ്ടാവാം. ഈ പണത്തിലേക്കും നമ്മുടെ ത്യാഗങ്ങളിലേക്കും മാത്രം നോക്കിയിരുന്നാൽ അവരിലൂടെ നമുക്ക് ലഭിച്ച കൃപ നമ്മൾ പലപ്പോഴും മറന്നുപോകും. ആ മാതാപിതാക്കളൊക്കെ നമുക്ക് വേണ്ടി എടുത്ത വേദനകൾ, അവരുടെ സഹനങ്ങൾ, അവരുടെ കരുതലുകൾ, ഇതൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമായിരുന്നു. എന്തുമാത്രം നമുക്ക് നന്ദി പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു രാജ്യത്തേക്ക് നോക്കിക്കേ, എത്രയോ മനുഷ്യരെ നമുക്ക് വേണ്ടി അധ്വാനിക്കും. നമ്മൾ പ്രഭാതത്തിൽ സന്തോഷത്തോടെ എഴുന്നേൽക്കാൻ വേണ്ടി എത്രയോ ആയിരങ്ങൾ കാവലിരിക്കണം. നമ്മുടെ പട്ടാളക്കാർ, അവരുടെ കാവലിൻ്റെയൊക്കെ അവരുടെ കരുതലിൻ്റെയൊക്കെ ഫലമല്ലേ നമ്മൾ? നന്ദിയുണ്ടോ നമുക്ക്? നമുക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന എത്രയോ മനുഷ്യർ. നമ്മളൊരു ഹോട്ടലിൽ കയറി വിശക്കുമ്പോൾ കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിനെ പിന്നിൽ അധ്വാനിച്ച മനുഷ്യർ. അവരില്ലാതിരുന്നെങ്കിൽ എത്ര കാശ് കൊടുത്താലും നമുക്ക് ഭക്ഷണം കിട്ടുമായിരുന്നോ? അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ നന്ദിയുടെ വലിയൊരു കടപ്പാട് നമുക്കെല്ലാവർക്കും ഉണ്ട്. പലപ്പോഴും നമ്മളത് മറന്നു പോവുകയാണ്. ഇതാണ് ഈ പ്രഭാതത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക. 10 പേരല്ലേ സൗഖ്യം പ്രാപിച്ചേ, ബാക്കി 9 പേരെവിടെ? ഈ ഒരു വിജാതീയനല്ലാതെ മറ്റാർക്കും തിരികെ വന്ന് നന്ദി പറയണമെന്ന് തോന്നിയില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം. എത്രയോ പേരോട് കടപ്പെട്ടവരാണ് നമ്മളുള്ള ബോധ്യം നമുക്കുണ്ടാവാം. ആ ഒരു വിനയം നമ്മുടെയൊക്കെ ശിരസ് നമിക്കും. ആ ഒരു വിനയം മറ്റുള്ളവരുടെ മുൻപിൽ ശിരസ് കുനിക്കുവാനായിട്ട് നമുക്ക് ശക്തി നൽകും. നമ്മുടെ ഈ ശരീരത്തിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കേ, എത്രയോ അവയവങ്ങളാണ് നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഒരു ആഘോഷം വരുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഘോഷം വരുമ്പോൾ നമ്മൾ സമർത്ഥമായിട്ട് ഭക്ഷിച്ച് വയറ് നിറയെ ഭക്ഷിച്ച് ഒരുപക്ഷെ നമ്മൾ കിടന്നുറങ്ങും. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരത്തിൽ എത്രയോ അവയവങ്ങളാണ് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അതിനുറക്കമുണ്ടോ? നമ്മുടെ ഹൃദയം ഇങ്ങനെ നിരന്തരം മിടിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ കഴിക്കുന്ന എല്ലാം ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ കരൾ എന്തുമാത്രം അധ്വാനിക്കുന്നേ. നമ്മൾ മദ്യപിക്കുമ്പോൾ നമുക്കൊരു ലഹരി ലഭിക്കുന്നുണ്ട്, പക്ഷേ ആ മദ്യത്തിലൂടെ കടന്നു വരുന്ന ആ ഒരു വിഷത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ കരളെടുക്കുന്ന വേദന, അതിലൂടെ കരൾ തന്നെ ഇങ്ങനെ പതിരായി പോകുന്ന അവസ്ഥ നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവയവങ്ങളോട് നമ്മൾ എന്ത് ആത്മാർത്ഥതയാണ് കാട്ടുക? നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാം കഴിച്ചു കൂട്ടുക, പക്ഷേ അത് നമുക്കുണ്ടാക്കുന്ന ആ ഒരു വിന നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണില്ല. അതിലൂടെ നമ്മുടെ അവയവങ്ങൾ, നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവയവങ്ങളോട് നമ്മൾ കാണിക്കേണ്ട കരുതൽ നമ്മൾ മറന്നു പോകുന്നില്ലേ? അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയോ പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. നമ്മുടെ ശരീരത്തോട്, നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ മാതാപിതാക്കളോട്. നമ്മുടെ കരുതലോടെ കാക്കുന്ന ഒരു രോഗിയായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഡോക്ടേഴ്സ്, ചില ഓപ്പറേഷനൊക്കെ 10-20 മണിക്കൂർ എടുക്കുകയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്നുണ്ടോ? പലപ്പോഴും ഞാൻ ആസ്പത്രിയിലേക്ക് പോകുമ്പോൾ അതിശയിക്കുകയാണ്. അവരൊന്നും, ഈ ഡോക്ടർമാരൊന്നും ഉച്ചയ്ക്ക് സമയത്ത് ഭക്ഷണം കഴിക്കണില്ല. നമ്മളൊക്കെ കൃത്യസമയനിഷ്ഠ സൂക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ രാപകലില്ലാതെ അധ്വാനിക്കുക. നേഴ്സുമാർ മണിക്കൂറുകൾ നിൽക്കുമല്ലേ? ഇതിനു വേണ്ടിയാ. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും മറ്റുള്ളവരെ ഭരമേൽപ്പിച്ചിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ്, എന്തുമാത്രം നമ്മൾ കടപ്പെട്ടിരിക്കണം പ്രിയപ്പെട്ടവർ. നന്ദിയില്ലാത്ത ഒരു സംസ്കാരം വളർന്നു വരികയാണ്. പണം കൊണ്ടെല്ലാം നേടാമെന്നുള്ള ഒരു ചിന്ത നമ്മളെ അങ്ങോട്ട് നശിപ്പിച്ച് കളയുക. പക്ഷെ യഥാർത്ഥ ജ്ഞാനം വരുമ്പോൾ ഈ പണം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അവിടെയാണ് മനസ്സ് നന്ദിയുള്ളതായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ,
ഈ പ്രഭാതത്തിൽ നമുക്ക് നന്ദിയുള്ളൊരു മനസ്സിന് വേണ്ടി ദൈവത്തോട് യാചിക്കാം. എത്രയോ പേരോട് നമ്മൾ കടപ്പെട്ടിരിക്കണം. ഒരു ശ്വാസം നമ്മൾ എടുക്കുമ്പോൾ ആ ശ്വാസം തിരിച്ച് പുറത്തേക്ക് പോകും നമുക്ക് ഉറപ്പില്ല. എന്നിട്ടും എന്തൊരു അഹങ്കാരമാണ് നമുക്ക് നന്ദിയുള്ളവരാവാം. ഈ പ്രഭാതം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിൽ നിന്ന് നേടുന്ന നന്മയ്ക്ക് നമുക്ക് നന്ദിയുള്ളവരാവാം. അതിന് പ്രത്യുപകാരം നന്മ നമ്മൾ ലോകത്തിന് ചെയ്യും എന്നൊരു തീരുമാനം നമുക്കെടുക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വേക ദൈവത്തോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട്, വിശുദ്ധ ഔസേപ്പ് പിതാവിനോട്, നമ്മുടെ കാവൽ മാലാഖമാരോട്, നമ്മുടെ സകല വിശുദ്ധരോടും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥരായിട്ട് നമുക്ക് കാവൽ നിൽക്കുന്ന നമ്മുടെ ഇടവക വിശുദ്ധനോടും വിശുദ്ധയോടും, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണബോധരായ വിശുദ്ധരോടും നമുക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം നന്ദിയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട്, നമ്മുടെ കടപ്പാട്, മറ്റുള്ളവരുടെ കടപ്പാട് തിരിച്ചറിഞ്ഞ് ആ ഒരു വിനയത്തോടു കൂടെ പെരുമാറുവാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി ഈ വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കട്ടെ. നമുക്ക് നന്ദിയുള്ളവരാകാം. പ്രത്യേകിച്ച് ഈ ഒരു മിനിസ്ട്രിയുടെ ഈ ഒരു പ്രഭാത വിരുന്ന് നമ്മുടെ മുന്നിലെത്തുവാനായിട്ട് അധ്വാനിക്കുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗുഡ്നസ് TV, ഡിവൈൻ ധ്യാന കേന്ദ്രം, ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഓരോ വ്യക്തിയെയും നന്ദിയോടുകൂടെ നമുക്ക് ഓർക്കാം. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒത്തിരിയേറെ പേരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ഇതിൻ്റെ വിജയത്തിനായിട്ട്. പ്രത്യേകിച്ചും മരിയൻ കൂടാരങ്ങളിലിരുന്നു കൊണ്ട് മധ്യസ്ഥം യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കൾ, അവരെല്ലാം നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ ഒരു ജപമാല ഈ ഒരു നിയോഗത്തിനായിട്ട്, ഈ വചന ലോകം മുഴുവൻ എത്തുവാനായിട്ട് അധ്വാനിക്കുന്ന സകല മനുഷ്യർക്കും കൃപ ലഭിക്കുവാനായിട്ട് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ.
സ്വാർത്ഥനായി നീ അലഞ്ഞിടിലും ആർത്തനായി നിന്നെ തേടും താതൻ നാശകരമാം വഴിയിൽ നിന്ന് കരകയറ്റും നല്ലിടയൻ തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട് തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. സ്വന്ത ബന്ധങ്ങളെ വെടിഞ്ഞു സ്വാർത്ഥനായി നീ പോയിടിലും നിൻ വളർച്ചയിൽ കണ്ണും നട്ട് കാത്തിരിക്കും പിതാവും അമ്മയും തിരിച്ചു വരിക പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട് തിരിച്ചു വരിക പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയോട് ചേർന്ന് എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സമർപ്പിതരോടും ലോകമെമ്പാടും സുവിശേഷവേല ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരോടും ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.